ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയ സംസാരിക്കുന്നു. പ്രോ റൈഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചില സുഹൃത്തുക്കള് എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എൻ്റെ വീഡിയോസിനായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ബജാജ് പുതിയൊരു മോട്ടോർ സൈക്കിള് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വേൾഡ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബജാജ് അതിന് പേര് നൽകിയിരിക്കുന്ന ഫ്രീഡം എന്നാണ്. അതായത് ബജാജ് ഈ അടുത്ത് ഡിസൈൻ ചെയ്ത് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഫ്രീഡം 175. ഇതൊരു ഹൈബ്രിഡ് മോട്ടോർ സൈക്കിളാണ്. അതായത് CNGയും പെട്രോളും കൂടി വരുന്ന ഒരു മോട്ടോർ സൈക്കിളും കൂടിയാണ് ഇത്. അതും വേൾഡ് ഫസ്റ്റ് ആണ് ഇത്. എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ കോമ്പാക്ട് ഡിസൈനാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ കമ്പനി ഈ മോട്ടോർ സൈക്കിൾ നൽകിയിരിക്കുന്ന ട്രെല്ലിസ് ഫ്രെയിം ആണ്. ആദ്യമായിട്ടാണ് ഒരു കമ്പനി ബഡ്ജറ്റ് സെഗ്മെന്റിൽ ട്രെല്ലിസ് ഫ്രെയിം നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഷോക്ക് അബ്സോർബറിന് സപ്പോർട്ടായിട്ട് ആ കവറിങ് നൽകിയിരിക്കുന്നത് അതിമനോഹരമായിട്ടുണ്ട്. അത് ഡിസൈനായിട്ട് ഇഴകി ചേർന്ന് നിൽക്കുന്നുമുണ്ട്. ബാക്ക് പോർഷനും ബാക്കിലെ ടെയിൽ ലാമ്പൊക്കെ പരിശോധിച്ചു ആസ്ക്വറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആസ്ക്വറിനെ KTMന്റെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാമ്യത വന്നതിൽ കുറ്റം പറയാനില്ല. ആ ലൈറ്റ്സ് ആർ LED ആണ് നൽകിയിരിക്കുന്നത്. പുറകിൽ മോണോഷോക്ക് സസ്പെൻഷനും നൽകിയിരിക്കുന്നു. ഇതൊരു ലിങ്ക് ടൈപ്പ് ഓഫ് സസ്പെൻഷൻ ആണ്. ബജാജിന്റെ ഫ്രീഡം മോട്ടോർ സൈക്കിളാണ് ഫസ്റ്റ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മോട്ടോർ സൈക്കിളിന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇതിന്റെ ട്രാൻസ്പെറന്റ് വേരിയന്റിന് കമ്പനി പ്രദർശിപ്പിച്ചിരുന്നു. ബജാജിന്റെ CNG മോട്ടോർ സൈക്കിൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ഇതെങ്ങനെയാണ് ബജാജ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. വേൾഡിലെ ആദ്യത്തെ CNG മോട്ടോർ സൈക്കിളാണ്. ഈ മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യൻ ബ്രാൻഡായ ബജാജ് ഓട്ടോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. മറ്റു രാജ്യങ്ങളിലെ രീതികൾ ഇവനെ കാണുമ്പോഴാണ് നമുക്ക് അഭിമാനം തോന്നുന്നത്. കമ്പനി ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഒരു സ്വിച്ചബിൾ ആയിട്ടുള്ള CNG സിസ്റ്റമാണ്. അതായത് ഒറ്റ ക്ലിക്കിൽ CNGയിലോട്ടും പെട്രോളിലോട്ടും നമുക്ക് മാറാൻ സാധിക്കും. ഇത് റണ്ണിങ്ങിൽ തന്നെ സാധ്യവുമാണ്. ഹൈബ്രിഡ് കാറുകളിലേത് ഇതിന്റെ എഞ്ചിൻ പരിശോധിച്ചു കഴിഞ്ഞാൽ എയർ കൂൾഡ് ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള 125cc എഞ്ചിനാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പവർ വരുന്ന 9.5 HP അറ്റ് 8000 RPM, ടോർക്ക് തന്നെ 9.7 Nm അറ്റ് 5000 RPM ആണ്. ഗിയർ ബോക്സ് പരിശോധിച്ച് നോക്കുമ്പോൾ 5 സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. ഭാരം വരുന്ന 149 കിലോഗ്രാം ആണ്. പവർ 9.5 എന്ന് പറഞ്ഞാൽ മാരക പവറൊന്നുമില്ല. ഒരു സിറ്റി യൂസിന് പറ്റിയൊരു പവർ ഇതിനുള്ളൂ. ടോർക്ക് 9.7 എന്ന് പറയുമ്പോൾ ഒരു സിറ്റി യൂസിന് പറ്റിയ ടോർക്ക് നൽകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സംശയമുണ്ട്, ഇതിന് നൽകിയിരിക്കുന്ന വൈഡർ സീറ്റ് അല്ലേ? അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ പറയാം, ഇതൊരു സിറ്റി യൂസിന് വേണ്ടി കമ്പനി ഡിസൈൻ ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് ഈ മോട്ടോർ സൈക്കിൾ ദീർഘദൂര യാത്രയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. വൈഡർ ആയിട്ടുള്ള ലോങ് സീറ്റ് നൽകാനുള്ള കാര്യം CNG ടാങ്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ്. CNG ടാങ്ക് മറിക്കാൻ വേണ്ടി വൈഡർ ആയിട്ടുള്ള ലോങ് സീറ്റ് നൽകിയിരിക്കുന്നു. ബജാജിന്റെ CEO ആയ രാജീവ് ബജാജ് സെയിൽസിന്റെ കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ ഈ സെയിൽസ് മാറാൻ അധികം സമയമൊന്നും വേണ്ട എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പുള്ളി അത് ഹീറോയ്ക്ക് ഇട്ട് ഒരു കൊട്ടു കൊടുത്തതാണ്. എനിക്ക് ഈ ബ്രാൻഡുകൾ തമ്മിലോ മോട്ടോർ സൈക്കിൾ തമ്മിലുള്ള കമ്പാരിസൺ എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കുക. നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒന്നാമത് എത്താം എന്ന് ചിന്തിക്കണം. പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്ന 2 kg CNGയും 2 ലിറ്റർ പെട്രോൾ ടാങ്കും ആണ് നൽകിയിരിക്കുന്നത്. ഇതെനിക്കൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി ഈ മോഡൽ. എന്റെ അഭിപ്രായത്തിൽ 2 kgയുടെ CNG ടാങ്കും 2 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്കും 4 kgയുടെ CNG ടാങ്കും 2 ലിറ്ററിന്റെ പെട്രോൾ ടാങ്കുമാണ് നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി റേഞ്ച് ഇതിന് ലഭിച്ചേനെ. അത്രയും ദൂരം ഇത് ഓടുമല്ലോ. ഈ മോട്ടോർ സൈക്കിളിലെ വെയിറ്റ് ടു ബോഡി റേഷ്യോയിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഈ കപ്പാസിറ്റി കൂട്ടാതിരുന്നത്. CNGയിൽ 150 മുതൽ 200 വരെ ഗേജ് പ്രഷർ വരുന്നുണ്ട്. ഈ പ്രഷർ താങ്ങാൻ വേണ്ടി കട്ടിയുള്ളതും വലുതുമായ ഒരു സിലിണ്ടർ അത്യാവശ്യമാണ്. CNG ടാങ്കിന് നിർദ്ദേശിച്ചുള്ള കളറ് ഫ്രണ്ടിലും ബാക്കിലും റെഡും ബാക്കി പോർഷനിൽ വൈറ്റുമാണ്. ഇതാണ് CNGയുടെ സ്റ്റാൻഡേർഡ് കളറ്. ഇത് മാറ്റാൻ പാടുള്ളതല്ല. ഇന്ത്യൻ നിയമപ്രകാരം ഇതിന്റെ കളറ് മാറ്റാൻ നമുക്ക് അനുവാദമില്ല. ദൈവത്തെ ഓർത്ത് ഫ്രീഡം മോട്ടോർ സൈക്കിളിൽ നിന്ന് ആരും CNG ടാങ്കിനകത്ത് സ്റ്റിക്കർ വർക്കൊന്നും ചെയ്തേക്കല്ലേ. പണി പാളൂട്ടാ. സ്റ്റോക്കായിട്ട് എങ്ങനെയാണ് ഫ്രീഡത്തിൽ തന്നെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഇതിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം
കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എല്ലാ 6 മാസം കൂടുമ്പോൾ CNG ടാങ്ക് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ മോട്ടോർ സൈക്കിളിന്റെ സർവീസ് ഇന്റർവ്യൂ തന്നെ 6 മാസം ആയിരിക്കും. 3 വർഷം കൂടുമ്പോൾ CNG ടാങ്ക് ഗവൺമെന്റ് ഓതറൈസ്ഡ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ടെസ്റ്റിന് പറയുന്ന പേരാണ് CNG സിലിണ്ടർ ഹൈഡ്രോ ടെസ്റ്റ്. 6 മാസത്തെ ഷോറൂം ടെസ്റ്റ് കൂടാതെ 3 വർഷം കൂടുമ്പോൾ CNG ഹൈഡ്രോ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയ പേപ്പർ നിങ്ങളുടെ കൈകളിൽ വെക്കേണ്ടതാണ്. ഇത് ചെയ്യാൻ വിട്ടുപോയോ ഇത് എടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ MED എന്ന് ഭീമമായ ഫൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരളത്തിലും ഹൈഡ്രോ ടെസ്റ്റിംഗിന്റെ ഏജൻസികളുണ്ട്. ഫ്രീഡം മോട്ടോർ സൈക്കിൾ ലോഞ്ച് ആയി ആൾക്കാരിലോട്ട് എത്തിയെങ്കിലും മാത്രമാണ് ഇതിനോട് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. ത്രൂ സർക്കാർ ഏജൻസി വഴിയാണ് ഇത് നടത്താൻ പോകുന്നതെങ്കിൽ ഇത് മൊത്തം കൊളാവാനാണ് സാധ്യത. കേരളത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ഏജൻസികൾ വഴിയാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കും. നമ്മുടെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ നിതിൻ ഗഡ്കരിയും രാജീവ് ബജാജും കൂടിയാണ് ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിതിൻ ഗഡ്കരി സാറിന്റെ മുഖത്തായ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിതിൻ ഗഡ്കരി സാർ പിന്നെ സംസാരിച്ചത് ഇന്ത്യയിലെ മോട്ടോർ സൈക്കിളിൽ വരുന്ന പൊല്യൂഷൻ കുറയ്ക്കുന്നതിനെ പറ്റിയാണ്. തങ്ങളുടെ ആദ്യത്തെ CNG ബൈക്കിനെ പറ്റി രാജീവ് ബജാജ് വാചാലനായി. 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകിയിരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് തന്നെ 825 mm ആണ്. സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇത് ബിഗിനേഴ്സിന് പറ്റിയൊരു മോഡൽ. ഭാരം കുറവാണ്, ബിഗിനേഴ്സിന് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ എന്നാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുക്കാൻ നോക്കുക, ചാടിക്കേട് എടുക്കരുത്. ഇത് CNG ടാങ്ക് ഒക്കെ വരുന്നോണ്ട് തന്നെ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടിയ ഒരു മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. അത് സീറ്റ് ഹൈറ്റ് ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ഇത് ചെറുപ്പക്കാര് പിള്ളേര് ഹാൻഡിൽ ചെയ്യും, ഭാരം കുറവായിട്ട്. അത് സീനിയർ സിറ്റിസന് കുറച്ച് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ സീറ്റ് ഹൈറ്റ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കയറി ഇരുന്ന് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് പറ്റുന്ന വണ്ടിയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. CNGയിൽ കിട്ടുന്ന മൈലേജ് 102 km/h ആണ്. പെട്രോളാണെങ്കിൽ 65 km. 125cc മോട്ടോർ സൈക്കിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ നല്ലൊരു മൈലേജാണ്. ഇത് CNGയുടെ മൈലേജാണ് കേട്ടോ. പെട്രോളിന്റെ മൈലേജ് എനിക്ക് പോരാന്നേ തോന്നിയിട്ടുള്ളൂ. അല്ല, ഇത്രയും പവറും ടോർക്കും കുറഞ്ഞ എഞ്ചിനും കുറച്ചുകൂടിയൊക്കെ മൈലേജ് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാലും ഇത് അത്ര മോശം മൈലേജും അല്ല. ഇത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജാണ്. ഇത് കൂടാൻ കുറയാം, ഇതിൽ വ്യത്യാസമൊക്കെ വന്നേക്കാം. എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രൈസിങ് തന്നെയാണ്. അല്ല, 95,000 രൂപയ്ക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് നൽകുക എന്ന് വെച്ചാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. വേൾഡിലെ ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ ആയിട്ട് കൂടി ബജാജ് ഇതിനെ ഓവർ പ്രൈസ് ചെയ്ത് വെച്ചിട്ടില്ല. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യുന്ന പ്രൈസിങ് തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഫ്രീഡത്തിന്റെ എല്ലാ വേരിയന്റും വാല്യൂ ഫോർ മണി തന്നെയാണ്. വണ്ടി എടുക്കാൻ പോകുന്നതിലൂടെ എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, തീരെ താഴത്തോട്ട് പോവാതെ ഡിസ്ക് ബ്രേക്ക് ഉള്ള വേരിയന്റ് എടുക്കാൻ നോക്കുക. ഡിസ്ക് ബ്രേക്കിന്റെ അത്ര ബ്രേക്കിംഗ് കോംബി ബ്രേക്കിംഗ് ആയിട്ടുള്ള ഡ്രം ബ്രേക്കിൽ കിട്ടില്ല. അപ്പോഴും കമ്പനി ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് നൽകിയിട്ടുള്ളൂ, ബാക്കിൽ കൂടി നൽകാൻ ഉള്ളത് എടുക്കുക. ഇതിനകത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാന വെല്ലുവിളി കേരളത്തിലായാലും കേരളത്തിന് വെളിയിലായാലും CNG പെട്രോളുമുള്ള ഫില്ലിംഗ് സ്റ്റേഷന്റെ അഭാവം നിങ്ങൾ ഫേസ് ചെയ്തേക്കാം. ഇത്രയും കമ്പനികളുടെ CNG സ്റ്റേഷനുകൾ ഉണ്ടെന്നാണ് ബജാജ് പറയുന്നത്. നമ്മൾ റൂറൽ ഏരിയാസിൽ ചെന്ന് CNG പെട്രോളുമായിട്ടുള്ള ഫില്ലിംഗ് സ്റ്റേഷന്റെ അഭാവം നമ്മൾ ഫേസ് ചെയ്യും. CNG ഫില്ലിംഗ് സ്റ്റേഷന് എണ്ണ കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ ഒരിക്കലും സാധ്യതയില്ല. നിങ്ങളൊരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് CNGയും കൂടി ഫില്ല് ചെയ്യണമെന്ന് ഇരിക്കട്ടെ, അവിടെ CNG ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ CNG ഉള്ള പമ്പ് തപ്പി കുറച്ച് ദൂരം ഓടേണ്ടി വരും. നിലവിൽ ഇപ്പൊ എല്ലാ പമ്പുകളിലും പെട്രോളിയം മാത്രമേ ഉള്ളൂ, CNG അപൂർവം പമ്പുകളിൽ മാത്രമേ ഉള്ളൂ. ഗ്രാമങ്ങളിലെ ഒരാളെ എടുക്കുന്നെങ്കിൽ അയാൾ പെട്ടത് തന്നെ. ഇതുമൂലം പെട്രോൾ നഷ്ടമാണ്, CNG നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രാന്ത പ്രദേശങ്ങളിലോ പെട്രോളിയവും CNGയും ഉള്ള ഫില്ലിംഗ് സ്റ്റേഷനുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം മോട്ടോർ സൈക്കിൾ എടുക്കാൻ ശ്രമിക്കുക. ചെറിയൊരു ലാഭം നോക്കി CNG മോട്ടോർ സൈക്കിൾ എടുക്കുന്ന നിങ്ങൾ നഷ്ടത്തിലോട്ട് കൂട്ടിവെച്ചേക്കാം. ഫ്രീഡം മോട്ടോർ സൈക്കിൾ ഇറങ്ങുന്നതോടുകൂടി CNG ഫില്ലിംഗ് സ്റ്റേഷൻ എണ്ണം വർദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രീഡം മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കുന്നതോടുകൂടി പെട്രോൾ വിലയിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഫ്രീഡം ലഭിക്കുന്നതാണ്. പക്ഷേ കമ്പനി CNG പെട്രോൾ എഞ്ചിൻ വെച്ചുള്ള ഈ മോട്ടോർ സൈക്കിളിന് പകരം ഇലക്ട്രിക് മോട്ടറും പെട്രോൾ എഞ്ചിൻ വെച്ചുള്ള ഒരു മോട്ടോർ സൈക്കിളെ കൊണ്ടുവന്നെങ്കിൽ ഇലക്ട്രിക് ബാറ്ററി നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാലോ. കസ്റ്റമർക്ക് ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യം വരികയില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കുത്തി ചാർജ് ചെയ്യാം. കമ്പനി ഇങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ CNG ബൈക്ക് നമുക്ക് ലഭിക്കുകയില്ല. CNG കൂടാതെ പെട്രോൾ എഞ്ചിന് ഇലക്ട്രിക് മോട്ടറും വെച്ചുള്ള ഒരു ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ഇത് പെട്രോളിലോട്ടും CNGയിലോട്ടും കൺവേർട്ട് ചെയ്യാവുന്ന, ഒറ്റ ക്ലിക്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന ഒരു രീതിയിലാണ്. ഇതിനൊരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ആ ബട്ടണിൽ നമുക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റണ്ണിങ്ങിൽ തന്നെ ചെയ്യാവുന്ന രീതിയിലാണ്.
ഒരു ഹൈബ്രിഡ് കാറിൽ വരുന്ന രീതിയിലുള്ള ടെക്നോളജി തന്നെയാണ് ബജാജ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ പെട്രോളിലോട്ടും CNG ഒറ്റ പാട്ടലിൽ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഒരു വിപ്ലവകരമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാമുള്ള സംശയം, സീറ്റിനടിയിലാണ് CNG ടാങ്ക് വരുന്നത്. ഞാൻ പറയുന്നു ഇത് സേഫാണ്. CNGയിലെ മെയിൻ ഗ്യാസ് മീഥെയ്ൻ ആണ്. ഇതിന് ഭാരം വളരെ കുറവാണ്. അഥവാ ഇത് ലീക്ക് വന്നാൽ തന്നെ ഇത് അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. വായുവിൽ 5% CNG കലർന്നാൽ മാത്രമേ കത്തുകയുള്ളൂ. പെട്രോളിയത്തിനും ഡീസലിനും ഇത് 2% ആണ്. ഇത് 15% എത്തുമ്പോൾ തന്നെ വായുവിലഞ്ഞ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. 99% ചാൻസ് ഇതിനുണ്ട്. ഇനി CNG കത്തണമെങ്കിൽ 540 ഡിഗ്രി സെൽഷ്യസ് എത്തിയെങ്കിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടാവുകയുള്ളൂ. ഇനി പെട്രോൾ വാഹനങ്ങളുടെ 200-300 ഇടയിലാണ് കത്താനുള്ള സാധ്യത. എന്നും പറഞ്ഞ് മോട്ടോർ സൈക്കിൾ എല്ലാ ഭാഗവും സേഫാന്ന് വിചാരിക്കരുത്. ഒരു ഹീറ്റ് ആയിട്ടുള്ള സൈലൻസറിന്റെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഇതിൽ വീണാൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടും ഞാൻ തീർച്ചയായിട്ടും പറയും, പെട്രോളും ഡീസലും അപേക്ഷിച്ച് എന്തുകൊണ്ടും സേഫാണ് CNG. കൂടാതെ കമ്പനി ഈ മോട്ടോർ സൈക്കിൾ 11 സേഫ്റ്റി ടെസ്റ്റുകളാണ് നടത്തിയിരിക്കുന്നത്. ബജാജിന്റെ രാജി ബജാജ് ഈ സേഫ്റ്റി ടെസ്റ്റുകളെല്ലാം നമ്മളെ കാണിച്ചു വിടുകയും ചെയ്തു. എനിക്ക് തോന്നിയിരുന്നത് കാറിന്റെ ടെസ്റ്റ് ആയാലും മോട്ടോർ സൈക്കിളിന്റെ ടെസ്റ്റ് ആയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റിംഗ് എല്ലാം നടക്കുന്നത് വണ്ടി ഓഫായ കണ്ടീഷനിലാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓഫായ വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിക്കുന്നു, എന്നിട്ട് കാറിന്റെയും ബൈക്കിന്റെയും ഇമ്പാക്ട് എടുക്കുന്നു. ഇത് കാറുകളിലാണ് കൂടുതലും ചെയ്യുന്ന ക്രാഷ് ടെസ്റ്റുകൾ. രാജീവ് ബജാജ് ഈ വീഡിയോ കാണിച്ചപ്പോഴാണ് ഫ്രീഡത്തിലും ഈ ടെസ്റ്റുകളെല്ലാം കമ്പനി നടത്തിയിട്ടുണ്ട്. വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഒരു മോട്ടോർ സൈക്കിളിൽ ഒരു കാറായാലും ആക്സിഡന്റിലാവുന്ന എഞ്ചിൻ ഓഫായിട്ടല്ല, എഞ്ചിൻ സ്റ്റാർട്ട് ആയിട്ടിരിക്കും. ഇവര് നമ്മളെ കാണിച്ചു തന്നെ CNG ടാങ്കിന്റെ സ്ട്രെങ്ത്തിനെയാണ്. അതുകൊണ്ടാണല്ലോ കമ്പനി ഫ്രീഡത്തിന്റെ മേത്ത് 10 ടൺ ഭാരമുള്ള ലോറി കയറ്റി കാണിച്ചു തരുന്നത്. കമ്പനി ഇതെല്ലാം കാണിച്ചത് നമുക്കൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മളെ കാണിച്ചു തരുമ്പോൾ നമുക്കിത് എടുക്കാനുള്ള ഒരു ത്വര വരും. ഇത്രയും ടെസ്റ്റുകളൊക്കെ വീഡിയോ കാണിക്കുമ്പോൾ നമ്മളും ഇതിനകത്ത് കോൺഫിഡൻസ് ആവും. കമ്പനി ഇതൊക്കെ നടത്തുന്ന ടെസ്റ്റുകളൊക്കെ തന്നെയാണ്. ഇതിപ്പോ നമ്മളെ കാണിച്ചേണ്ട കാര്യമൊന്നും കമ്പനിക്കില്ല, എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി കാണിച്ചു തരുന്നത്. തീർച്ചയായും ഈ മോട്ടോർ സൈക്കിളിൽ എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും ഫ്രീഡം 180. ഫ്രീഡം നിങ്ങൾക്ക് ഫ്രീഡമായി ഓടിക്കണമെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് CNG ഫില്ലിംഗ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങൾ. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ചാനൽ എത്തിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക.